അമ്പലത്തിലേക്ക് നടക്കുമ്പോഴും മനസ്സ് കലുഷിതമായിരുന്നു. എന്താണ് ശരത്തേടിന് പറയാനുള്ളത് എന്നറിയാമെങ്കിലും ആ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. ശരത്തേട്ടൻ ആൽത്തറയിൽ കാത്തിരിക്കുന്നുണ്ട്. ആളെന്തോ ചിന്തയിലാണ്. അടുത്തേക്ക് ചെന്ന് മുരടനക്കി. ആ ലച്ചു, നീ വന്നോ? എനിക്കെന്താണ് പറയാനുള്ളതെന്ന് നിനക്ക് എൻ്റെ അമ്മ പറഞ്ഞറിയാമെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് പറയാനുള്ളത് നീ അറിഞ്ഞിരിക്കണം. ഞാനും അഞ്ജലിയും 1 വർഷമായിട്ട് പരിചയത്തിലാണ്. ഞങ്ങൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു. അഞ്ജലിക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നത് എന്നോട് പറയാതെ നേരിട്ട് വീട്ടിൽ സംസാരിച്ചു. അവളുടെ അച്ഛൻ വീട്ടിൽ വരികയായിരുന്നു. ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി അതാണ് നല്ലതെന്ന്. പിന്നെ അഞ്ജലിയോട് ഇഷ്ടക്കുറവൊന്നുമില്ല, പരസ്പരം അറിയുകയും ചെയ്യാം. ലച്ചുവിന് ഞാൻ പറഞ്ഞത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തമ്മിലുണ്ടായിരുന്ന ബന്ധമെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ശരത്തേട്ടൻ പറഞ്ഞു നിർത്തിയപ്പോൾ ചങ്കിൽ സങ്കടം വന്നു നിറഞ്ഞു. ആളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഭാവവ്യത്യാസവുമില്ല. ശരത്തേട്ടൻ എത്ര നിസ്സാരമായിട്ടാണ് എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത്. അത്രേയുള്ളൂ അല്ലേ? ആശകളും മോഹങ്ങളും എൻ്റെ മനസ്സിൽ നിറച്ചത് നിങ്ങളും അപ്പച്ചിയുമല്ലേ? എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു എല്ലാം മറക്കാൻ. പിന്നെ എന്തിനായിരുന്നു ഈ നാടകമെല്ലാം? ലച്ചു കണ്ണീര് വന്ന് മൂടിയ മുഖം അമർത്തി തുടച്ചു. ശ്വാസം നേരെയാക്കി ലച്ചു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കും നിങ്ങളുമായി അപ്പച്ചിയുടെ മകനാണ്. അതിൽ കവിഞ്ഞ് യാതൊരു ബന്ധവുമില്ല. നിങ്ങളെന്നെ വേണ്ട എന്ന് വെച്ചതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്കും ജീവിക്കണം, സന്തോഷമായി. ശരത്ത് അത് കേട്ടപ്പോൾ ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ഇപ്പോൾ ആദ്യം കണ്ട സങ്കടമൊന്നുമില്ല. പ്രണയത്തിൻ്റെ പേരിൽ ശരത്തിന് മുമ്പിൽ തലകുനിക്കാൻ ലച്ചു തയ്യാറായിരുന്നില്ല. ഇനിയൊന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ, എന്നാൽ ഞാൻ പോകുന്നു. ഇത് പറഞ്ഞ് ലച്ചു ശരത്തിൻ്റെ മുഖത്ത് പോലും നോക്കാതെ തിരിഞ്ഞു നടന്നു. ലച്ചു, പോകല്ലേ? ശരത്ത് പിറകിൽ നിന്ന് വിളിച്ചു. എന്താ? അത് പിന്നെ വരുന്ന ഞായറാഴ്ച നിശ്ചയം. നീ തീർച്ചയായും വരണം. വരും, ഉറപ്പായും ഞാൻ വരും. നിങ്ങളെ ഓർത്ത് കളയാനുള്ളതല്ല എൻ്റെ ജീവിതം. ശരത്തിൻ്റെ മുഖം ലച്ചുവിൻ്റെ ആ ഒരു വാക്കിൽ വിളറി വെളുത്തു. ശരത്ത് ഒന്നും പറയാതെ ആൽത്തറയിൽ നിന്നും ഇറങ്ങി നടന്നു. ശരത്ത് കണ്ണിൽ നിന്നും മറിഞ്ഞപ്പോൾ അതുവരെ അടക്കി വെച്ച സങ്കടങ്ങളെല്ലാം അണപൊട്ടി ഒഴുകി. അവൾ അവിടെ നിന്ന് മുഖം പൊത്തിക്കരഞ്ഞു. ദൈവമേ, എന്തിനാണ് എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? പ്രാണനായി കണ്ടവനല്ലേ ഇന്നെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു പോയത്. ലച്ചുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തിന് ശേഷം മുഖം അമർത്തി തുടച്ച് അമ്പലത്തിലേക്ക് നടന്നു. ആ തിരുമുൻപിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിൽ വന്നത് എന്നത്തെയും പോലെ പ്രാണന്റെ പാതിയായവന് നല്ലത് വരുത്തണേ എന്നാണ്. എന്നാൽ അനുനിമിഷം കൊണ്ട് അവിടെ ചിന്തകൾ മാറി വന്നു. ഇനി ആ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താൻ ആരുമല്ലെന്ന ചിന്ത. വേഗം ആ തിരുനടയിൽ നിന്ന് തിരിഞ്ഞു നടന്നു. പ്രസാദം നെറ്റിയിൽ ചാർത്തി തിരിഞ്ഞു നടന്നു. എന്താ കുട്ടിയെ, പ്രസാദമൊന്നും വേണ്ടേ? തിരുമേനിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടതുകൊണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, എല്ലാം നല്ലതിനായിരിക്കും കുട്ടിയെ. നിനക്ക് നല്ലത് മാത്രമേ ദൈവം വരുത്തിയുള്ളൂ. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നല്ലൊരു പുഞ്ചിരി നൽകി. അത് കണ്ടപ്പോൾ തലയിൽ തലോടി അദ്ദേഹം കയറിപ്പോയി. ഞാൻ പ്രസാദം നെറ്റിയിൽ ചാർത്തി തിരിഞ്ഞു നടന്നു. അമ്പലത്തിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ മനസ്സിൽ ഒന്നു മാത്രമായിരുന്നു, ഇനി ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും വിഷമിക്കില്ല എന്ന്. വീട്ടിലെത്തി നേരെ അടുക്കളയിലായിരുന്ന അമ്മയെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോള് വിഷമിക്കേണ്ട, അവന് നിന്നെ കിട്ടാൻ ഭാഗ്യമില്ലെന്ന് വിചാരിച്ചാൽ മതി. പറയാതെ തന്നെ നമ്മുടെ മനസ്സറിയുന്നവരാണല്ലോ നമ്മുടെ അമ്മമാർ. തിരിഞ്ഞു നിന്ന് ആ നെഞ്ചോട് ചേർക്കുമ്പോഴേക്കും മനസ്സിലെ സങ്കടങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ ആശ്വാസമായിരുന്നു. എൻ്റെ അമ്മക്കുട്ടി, എനിക്കൊരു വിഷമവും ഇല്ല. പോകുന്നവർ പോകട്ടെ എന്നേ, എനിക്കൊരു വിഷമവും ഇല്ല. ലച്ചു അമ്മയുടെ കവിളിൽ വലിച്ചു പിടിച്ചു പറഞ്ഞു. ഞാനാണ് മേലെടുത്തെ വാസുദേവൻ്റെയും സുഭദ്രയുടെയും മകൾ ലക്ഷ്മി. എനിക്ക് ഒരനിയത്തി കൂടിയുണ്ട്, ലയ. ഇതാണ് എൻ്റെ കുടുംബം. മോളെ, മോളെ ലച്ചു. ആ അച്ഛേ, ദാ വരുന്നു. അടുക്കളയിലായിരുന്ന ലച്ചു അച്ഛൻ്റെ വിളി കേട്ട് ഉമ്മറത്തേക്ക് വന്നു. അച്ഛൻ തോളിൽ കിടന്നിരുന്ന തോർത്തിൽ നെറ്റിയിലെയും കഴുത്തിലെയും വിയർപ്പൊപ്പി ചാരുകസേരയിൽ നിവർന്നു കിടന്നു. മോളെ, അച്ഛന് കുടിക്കാൻ ഒരു ഗ്ലാസ് സംഭാരം എടുത്തേ. ലച്ചു അത് കേട്ട് അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും സുഭദ്രാമ്മ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്ന് അരഭത്തിയിൽ ഇരിപ്പുറപ്പിച്ചു. അച്ഛേ, ദേ സംഭാരം. മോളും ഇവിടെ ഇരിക്കും, അച്ഛന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ലച്ചു അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. മോള് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? തിങ്കളാഴ്ച ശരത്തിൻ്റെ നിശ്ചയമാണ്. മോള് കഴിഞ്ഞതെല്ലാം മറക്കണം. അച്ഛന് അതേ പറയാൻ കഴിയുള്ളൂ. ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ലച്ചു ശരത്തിനെ എന്ന് പറഞ്ഞ് വേണ്ടാത്ത ചിന്തകളെല്ലാം കുത്തി നിറച്ചത്.
ആ അച്ഛനിൽ നിന്ന് നെടുവീർപ്പുയർന്നു. ലച്ചു അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന് ആ കാൽ ചുവട്ടിൽ മടിയിലായി തല വച്ചിരുന്നു. അദ്ദേഹം അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. അച്ഛേ, എനിക്കൊരു വിഷമവും ഇല്ല. ഇതായിരിക്കും വിധി. അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം. ശരത്തേട്ടൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞ കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും സ്വപ്നങ്ങളും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഞാനും ജീവിച്ചു കാണിക്കും, തലയുയർത്തി തന്നെ. അത് കേട്ടപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ 1000 സന്തോഷം അലതല്ലി. അത് ആ മാതാപിതാക്കളുടെ മുഖത്ത് നിറപുഞ്ചിരിയായി വിരിഞ്ഞു. കുറേയേറെ നേരം ലച്ചു ആ മടിയിൽ തല വെച്ച് കിടന്നു. അതിരാവിലെ തന്നെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടാണ് കണ്ണു തുറന്നത്. ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പച്ചിയാണെന്ന്. ഡി ലേ, എഴുന്നേൽക്ക. ഡി എഴുന്നേൽക്കാൻ. എന്ത് ചേച്ചി, ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഈ രാവിലെ തന്നെ വിളിച്ചുണർന്നത്. ഇടി എഴുന്നേക്കാൻ, അപ്പച്ചി വന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് വേണം ചേച്ചി? ഇതും പറഞ്ഞ് ലയ തലവഴി പുതപ്പിട്ട് മൂടി തിരിഞ്ഞു കടന്നു. ലച്ചു ദേഹത്തു നിന്നും പുതപ്പ് മാറ്റി എഴുന്നേറ്റു. അടുക്കള വഴി പുറത്തേക്ക് പോയി പല്ല് തേച്ച് മുഖം കഴുകി വന്നു. ഹാളിലേക്ക് പോയപ്പോൾ അവിടെ അപ്പച്ചിയുടെ ശരത്തേട്ടൻ്റെ പെണ്ണിനെ പറ്റിയുള്ള പുകഴ്ത്തലൊന്നും ആയിട്ടില്ല. അങ്ങോട്ട് അധികം ശ്രദ്ധ കൊടുക്കാതെ മേശയുടെ മുകളിൽ നിന്ന് ഇഡ്ഡലിയും സാമ്പാറും ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയും അപ്പച്ചിയുടെ പൊങ്ങച്ചം കേട്ടുകൊണ്ട് നിൽപ്പുണ്ട്. അച്ഛൻ സോഫയിലും അമ്മ വാതിൽപ്പടിയിലുമായി നിൽക്കുകയാണ്. എന്താ ലച്ചു, ഇപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത്? എവിടെ ലയ? അവൾ എഴുന്നേറ്റില്ലേ? ഇല്ല അപ്പച്ചി, എഴുന്നേറ്റില്ല. ഇന്ന് കോളേജില്ലല്ലോ. അപ്പച്ചി അമർത്തി മൂളി. എന്താ വാസുദേവ, പെൺമക്കളെ ഇങ്ങനെയാണോ വളർത്തുന്നത്? ചേച്ചി ലച്ചുവിനെ കാണാത്തൊന്നുമല്ലല്ലോ, പിന്നെ ഇപ്പം ഈ പുതുമ പറയാൻ? ലയ പിന്നെ ഇന്ന് കോളേജില്ലല്ലോ, അതുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വന്നത് ശരത്തിൻ്റെ നിശ്ചയത്തിന് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാനാണ്. വരുന്ന ഞായറാണ്. അത് കേട്ടപ്പോൾ ലച്ചു പുച്ഛത്തോടെ അപ്പച്ചിയുടെ മുഖത്തേക്ക് നോക്കി. 11-നും 12-നും ഇടയിലാണ് മുഹൂർത്തം. അപ്പോൾ ഒരു 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് എല്ലാവരും അങ്ങോട്ട് വരും. ശരി, അച്ഛൻ മൂളി. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. അപ്പച്ചി പോകാനിറങ്ങി. അപ്പച്ചിയുടെ പിന്നാലെ ഉമ്മറപ്പടിയോളം ചെന്നു. ലച്ചു, നീ ഒന്നും മനസ്സിൽ വെക്കരുത്. ശരത്തിൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നീ വേണം എല്ലാം ഭംഗിയായി നടത്താൻ. പെങ്ങന്മാരുടെ സ്ഥാനം നമ്മുടെ ലച്ചുവിനും ലയിക്കും. അപ്പച്ചിയുടെ മുഖത്തേക്കും നോക്കി അവളൊന്ന് മൂളി. എന്നാൽ ശരി, അപ്പച്ചി യാത്ര പറഞ്ഞു പോയി. ലച്ചു അകത്തേക്ക് കയറിപ്പോയി. ചേച്ചി, ചേച്ചി, നീ എവിടെ പോയി? ചേച്ചി, എന്താടി കിടന്നലർന്നത്? ഞാൻ എത്ര തവണ വിളിച്ചു ചേച്ചി, എവിടായിരുന്നു? അമ്മ മുളക് ഉണക്കാനിട്ടിരുന്നു, അതെടുത്തു വെക്കായിരുന്നു. അപ്പോൾ അമ്മ എവിടെ പോയി ചേച്ചി? അമ്മ കുടുംബശ്രീയിൽ പോയതാ. നീ കാര്യം പറയേ. ചേച്ചി വാ, ഇവിടെ ഇരിക്ക. ലച്ചുവിനെ വിളിച്ച് ലയ അരഭത്തിയിലിരുന്നു. ചേച്ചിക്ക് ഞാൻ കാര്യം ചോദിച്ച സങ്കടം തോന്നുമോ? നീ ചോദിക്ക, എന്നാലേ സങ്കടം തോന്നുമോ സന്തോഷം തോന്നുമോ എന്നറിയാൻ പാടുള്ളൂ. ചേച്ചിക്ക് ശരത്തേട്ടൻ വേണ്ടാന്ന് വെച്ചതിൽ വിഷമമുണ്ടോ? ലയ ലച്ചുവിൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, അത്രയേ ഉള്ളൂ. ഓ, അപ്പോൾ എൻ്റെ ചേച്ചിക്കുട്ടി സ്ട്രോങ് ആണല്ലോ. ലച്ചുവിൻ്റെ കവിളിൽ പിച്ചി വലിച്ച് ലയ പറഞ്ഞു. എന്നാൽ നമുക്കൊരു സ്ട്രോങ് ചായ കുടിച്ചാലോ? കുടിക്കാം. എന്നാൽ അനിയത്തിക്കുട്ടി പോയി ചായ ഉണ്ടാക്കുക. അപ്പോഴേക്കും ചേച്ചി പോയി ഉണങ്ങിയ തുണികൾ എടുത്തിട്ട് വരാം. ഓക്കെ? ദേ പോയി ദാ വന്നു. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ജപിക്കുമ്പോൾ അച്ഛൻ കയറി വന്നു. അമ്മ എവിടെ മക്കളെ? അടുക്കളയിലുണ്ടച്ചാ, ലയ പറഞ്ഞു. സുഭദ്രയെ ഒരു ചായ എടുത്തേ, ഭയങ്കര തലവേദന. ദാ ഇപ്പോൾ കൊണ്ടുവരാം. അടുക്കളയിൽ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞു. വിളക്കിൽ തൊട്ട് നാമം ജപിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അച്ഛയുടെ അരികിലേക്ക് ചെന്നു ലച്ചു. എന്താ അച്ഛേ, പനിക്കുന്നുണ്ടോ? അച്ഛൻ്റെ നെറ്റിയിലും കഴുത്തിലും തൊട്ട് നോക്കി ലച്ചു. ഒന്നുമില്ല മോളെ, ഇന്ന് കുറേ നേരം ഡ്രൈവ് ചെയ്തു, അതാവും. എന്നാൽ അച്ഛൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചൂടെ? മോളെ, നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ആ ജോലി കൊണ്ടല്ലേ. ഇനി നിങ്ങളെ രണ്ടുപേരെയും ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിച്ച അച്ഛൻ ഈ ജോലി ഉപേക്ഷിക്കും. പിന്നെ എനിക്ക് നിങ്ങളുടെ അമ്മയ്ക്കും ജീവിക്കാൻ പെൻഷൻ തന്നെ ധാരാളം. ഇതാ ദേവേട്ട ചായ. ഇങ്ങത്താ. അച്ഛൻ ആ ചായ ചുണ്ടോട് ചേർത്തു. അമ്മയും ലച്ചുവും തിണ്ണയിലിരുന്നു. ലയയും വിളക്ക് കൊണ്ടുവച്ച് അവരുടെ അരികിലിരുന്നു. മോക്കെന്നാ ബാങ്കിൽ ജോയിൻ ചെയ്യേണ്ടത്? തിങ്കളാഴ്ചയാണ് അമ്മേ, ലച്ചു പറഞ്ഞു. മോക്ക് അല്ലേ ടൗണിൽ നിന്ന് സാധനവും വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞത്? വാങ്ങിക്കണം വെച്ചേ. എന്നാൽ നമുക്ക് ശരത്തിന് നിശ്ചയത്തിനിടാൻ നമുക്ക് ഡ്രസ്സ് കൊടുക്കാം. എന്താ, അങ്ങനെ ചെയ്യാം അല്ലേ? ശരി അച്ഛാ. രണ്ടുപേരും മൂളി. എന്നാൽ നാളെ പോവാം.
ശ്രീധരേട്ടന് നാളെ എങ്ങോട്ടും പോകാനില്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നാളെ തന്നെ പോവാം, അമ്മ പറഞ്ഞു. അച്ഛൻ ശ്രീധരേട്ടൻ്റെ വീട്ടിൽ നിന്ന് കാറ് കൊണ്ടുവന്നിരുന്നു. അതുമായി ടൗണിലെ ഞങ്ങൾ സ്ഥിരമായി കയറുന്ന ഷോപ്പിൽ കയറി. എന്താ വേണ്ടത്? അവിടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി ചോദിച്ചു. സുഭദ്രേ, ആദ്യം മക്കൾക്ക് ഡ്രസ്സ് നോക്കിക്കോ. ശരി ദേവേട്ടാ. ഇവർക്ക് രണ്ടുപേർക്കും നോക്കാം ആദ്യം ധാവണി സെറ്റ്. ആ അമ്മ ചേച്ചിയോട് പറഞ്ഞു. വരൂ, ആ ചേച്ചി പറഞ്ഞു. അവർ ഒരുപാടെണ്ണം കാണിച്ചു തന്നതിൽ നിന്ന് ആദ്യം മനസ്സിനെ പിടിച്ചത് മാമ്പഴ മഞ്ഞയിൽ മെറൂൺ ബോർഡറുള്ള ധാവണിയാണ്. അത് തന്നെ സെലക്ട് ചെയ്തു. പിന്നെ ലയ മയിൽപീലി കളർ ധാവണിയും എടുത്തു. കഴിഞ്ഞ് അമ്മയ്ക്ക് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അടുത്തേക്ക് വന്നു. മോളെ ലച്ചു, ബാങ്കിൽ പോകുമ്പോൾ ഇടാൻ 2-3 സാരി കൂടി എടുത്തോ. അതൊന്നും വേണ്ടച്ചേ, ഉള്ളത് മതി. നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. അച്ഛൻ പറഞ്ഞത് തലയാട്ടി സമ്മതിച്ചു. അവിടെ നിന്ന് ബില്ല് പേ ചെയ്ത് ഇറങ്ങി. നേരെ ഉച്ചയായി. നമുക്കിനി ഭക്ഷണം കഴിക്കാം, വാ. ആ ഹോട്ടലിൽ നല്ല ഫുഡ് കിട്ടും. അച്ഛൻ അതും പറഞ്ഞ് കാറിൽ കയറി. ഞങ്ങളും കയറിയപ്പോൾ ആ ഹോട്ടലിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ ഒരു ഫാമിലി റൂമിൽ പോയിരുന്നു. എന്താ മക്കൾക്ക് വേണ്ടത്? അച്ഛൻ ചോദിച്ചു. എനിക്ക് ബിരിയാണി മതി, ലയ പറഞ്ഞു. എന്നാൽ എല്ലാവർക്കും അത് പറയാമല്ലേ? അച്ഛൻ ചോദിച്ചു. അത് മതി, ഞാനും അമ്മയും പറഞ്ഞു. ഓർഡർ കൊടുത്ത് കൈ കഴുകി വന്നു 4 പേരും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. അമ്മേ, ഞാൻ കൈ കഴുകി വരാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അമ്മയോട് പറഞ്ഞ് കൈ കഴുകാനായി എഴുന്നേറ്റു. നോക്കിപ്പോ, അമ്മ പറഞ്ഞു. പതിയെ വാഷിംഗ് ഏരിയയിലേക്ക് നടന്നു. കൈ കഴുകി തിരിച്ചു വരുമ്പോൾ ആരുടെയോ ദേഹത്തേക്ക് തട്ടി വീഴാൻ പോയി. അയാൾ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ നേരെ നിർത്തി. പേടി കാരണം തല ഉയർത്തിയില്ല. ഓ സോറി, ഞാൻ കണ്ടില്ല. എന്തെങ്കിലും പറ്റിയോ? ശബ്ദം കേട്ട് പതിയെ തലയുയർത്തി. നല്ല വെളുപ്പല്ലെങ്കിലും കട്ടിമീശയും താടിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ ആളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇല്ല, ഞാനും കണ്ടില്ലായിരുന്നു, സോറി. ഇതും പറഞ്ഞ് ആളെ മറികടന്നു പോന്നു. ആളും വാഷ് ഏരിയയിൽ നടന്നു. പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതേസമയം ആ ചെറുപ്പക്കാരനും തിരിഞ്ഞു നോക്കി. പരിഭ്രമിച്ച് പെട്ടെന്ന് മുഖം തിരിച്ചു നടന്നു പോന്നു. അതേസമയം ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തും പുഞ്ചിരിയുണ്ടായിരുന്നു. പരിഭ്രമം കാരണം ഇട്ടിരുന്ന ഷോളിൻ്റെ തല കൊണ്ട് മുഖവും കഴുത്തും തുടച്ച് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു. എനിക്ക് എന്താണ് പറ്റിയത്? ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മാത്രം ഒരു പരിഭ്രമം. എന്താ ലച്ചു നീ ആലോചിക്കുന്നത്? പെട്ടെന്ന് അച്ഛൻ ചോദിച്ചു, ഞെട്ടി എന്ന പോലെ. ഏയ് ഒന്നുമില്ലച്ചേ. അച്ഛൻ മൂളി. ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി. അച്ഛൻ്റെ പിന്നാലെ അമ്മയും ലയയും എഴുന്നേറ്റ് പോയി. ലച്ചു വീണ്ടും ചിന്തയിലിരുന്നു. ആരാണ് അയാൾ? കുറച്ചു നേരത്തിന് ശേഷം ഞാൻ എന്തിനാ ഇതൊക്കെ ചിന്തിക്കുന്നത്? ലച്ചു സ്വയം തലയ്ക്ക് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി വാ പോവാം. ലയ തോളിൽ തട്ടി വിളിച്ചു. എന്നെ നടക്ക്, ആലോചിച്ച് നിൽക്കാതെ. അച്ഛൻ ബില്ല് പേ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയും അയാളെ ഒരു മിന്നായം പോലെ കണ്ടു. പിന്നെ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാൻ പോയില്ല. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ള ഫാൻസി ഷോപ്പിൽ കയറി ബാഗും ചെരുപ്പും ലയയ്ക്ക് കുറച്ച് ഐറ്റംസും വാങ്ങി തിരികെ വീട്ടിലേക്ക് പോന്നു. അച്ഛൻ അവരെ വീട്ടിലിറക്കി കാറ് കൊണ്ടുപോയി വെക്കാൻ പോയി. ഇന്നാണ് ശരത്തേട്ടൻ്റെ നിശ്ചയം. പോകാൻ മനസ്സില്ലെങ്കിലും പോയേ മതിയാകൂ. ശരത്തേട്ടനെ ബോധ്യപ്പെടുത്തണം. ഞാൻ ആളെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയല്ല എന്ന്. കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നെഞ്ചിൽ തൊട്ട് പ്രാർത്ഥിച്ച് എഴുന്നേറ്റു. അടുക്കളയിലേക്ക് നടന്നു. അമ്മ എഴുന്നേറ്റിട്ടില്ല. ചായക്ക് വെള്ളം വെച്ച് അടുക്കളപ്പുറത്തേക്ക് പോയി ബ്രഷ് ചെയ്തു വന്നു. വന്നപ്പോഴേക്കും ഉപ്പുമാവ് ഉണ്ടാക്കൽ കഴിഞ്ഞ് ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുമ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് വന്നു. അമ്മയ്ക്കും ചായ എടുത്തു കൊടുത്ത് ബാക്കിയുള്ള പണികളിലേക്ക് തിരിഞ്ഞു. കുളി കഴിഞ്ഞ് ധാവണി ചുറ്റി കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് മുടി ചീവി കുളിപ്പിന്നിലിട്ടു. മുഖത്ത് കുറച്ച് പൗഡറും ഒരു മെറൂൺ പൊട്ടും കുത്തി. അപ്പോഴേക്കും എല്ലാവരും ഒരുങ്ങി വന്നു. തൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മ പറഞ്ഞു, എന്താ ലച്ചു കണ്ണെഴുതാത്തത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ. ഉണ്ട്, ചേച്ചി വേഗം പോയി കണ്ണെഴുതുക, ഓട്ടോ വരാൻ ഇനിയും സമയമുണ്ട്. ലച്ചു മൂളി അകത്തേക്ക് നടന്നു. ഒരുക്കം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴേക്കും അച്ഛൻ ഓട്ടോയുമായി വന്നു. വാതിൽ പൂട്ടി അതിൽ കയറി അപ്പച്ചിയുടെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പച്ചിയുടെ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ എല്ലാവരും പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അകത്തേക്കൊന്നും കയറാതെ അവിടെ വണ്ടിയിൽ കയറുന്നവരെ നോക്കി നിന്നു. നിങ്ങൾ എവിടെ നിൽക്കുകയാണോ? അകത്തേക്ക് കയറ്. അപ്പച്ചിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. വേണ്ട ചേച്ചി, ഇനി തിരിച്ചു കയറണ്ട. എല്ലാവരും പോകാൻ തയ്യാറായി വണ്ടിയിൽ കയറാൻ തുടങ്ങിയില്ലേ? മക്കളെ, നിങ്ങൾ വന്നാൽ പോയി വണ്ടിയിൽ കയറിക്കോ. ശരി അപ്പച്ചി, ലച്ചു പറഞ്ഞു. ലയ വേഗത്തിൽ വണ്ടിയിൽ ചാടിക്കയറി. അമ്മാവ
എപ്പോഴാ വന്നത്? ഇതാ എത്തിയേ ഉള്ളൂ. മുൻപോട്ട് നടന്ന ലച്ചു ശരത്തിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. കരിനീല ഷർട്ടും മുണ്ടുമായിരുന്നു അവന്റെ വേഷം. ലച്ചു ഒരു നിമിഷം കുറച്ചു ദിവസങ്ങൾ വരെ പ്രാണന്റെ പാതിയായിരുന്നവനെ നോക്കി നിന്നു. പിന്നെ എന്തോ ഓർത്തപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് വണ്ടിക്കരികിലേക്ക് നടന്നു. ലച്ചു, ലയ വന്നില്ലേ? പെട്ടെന്ന് ശരത്ത് വിളിച്ചു ചോദിച്ചു. വണ്ടിയിലുണ്ട്, ലച്ചു പതിയെ മറുപടി പറഞ്ഞു. എന്നാ മോള് പോയി കയറിക്കോ, അച്ഛനും അമ്മയും ഇപ്പോൾ വരാം. അച്ഛൻ പറഞ്ഞതിന് മൂളി ശരത്തേട്ടനെ നോക്കാതെ മുൻപോട്ട് നടന്നു. മുൻപോട്ട് നടക്കുമ്പോൾ ശരത്തേട്ടൻ തന്നെ നോക്കി നിൽക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം തിരിഞ്ഞു നോക്കിയില്ല. അല്ലെങ്കിലും തന്നെ വേണ്ട എന്ന് പറഞ്ഞ ആളെ ഓർത്ത് ഞാനെന്തിനു വിഷമിക്കണം? അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തതാണ്, ഇനി അതൊന്നും മനസ്സിലുണ്ടാകില്ലെന്ന്. അല്ലെങ്കിലും ഓർത്തു വെക്കാൻ മാത്രം സുന്ദര നിമിഷങ്ങളൊന്നും തനിക്കും ശരത്തേട്ടനുമില്ല. പ്രണയിക്കുന്നവരുടെ പോലെയുള്ള പ്രണയ നിമിഷങ്ങളോ സല്ലാപങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പച്ചിയുടെ വാക്കിന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചൊരു വിവാഹം, തൻ്റെയാണെന്ന് മനസ്സിൽ പതിപ്പിച്ച കൗമാരം. ശരത്തേട്ടൻ ജോലി സ്ഥലത്തായിരുന്നു. തനിക്ക് കോളേജ് പഠനവും. അതിനിടയിൽ ശരത്തേട്ടൻ വരുമ്പോൾ കാണും, സംസാരിക്കും എന്നല്ലാതെ അതിര് കടന്ന ഒരു സംസാരമോ ഒന്നുമില്ല. അതായിരിക്കാം ശരത്തേട്ടന് തന്നെ പെട്ടെന്ന് മറക്കാൻ പറ്റിയത്. എന്തായാലും തൻ്റെ മനസ്സിലും ഇനി ശരത്തേട്ടൻ ഉണ്ടാകില്ല. ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മയും വന്ന് കയറി. അത്യാവശ്യം വലിപ്പമുള്ള മോഡേൺ രീതിയിൽ പണി കഴിപ്പിച്ച ഒരു വീടിൻ്റെ മുൻപിൽ കൊണ്ടുപോയി നിർത്തി. ശരത്തേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോഴേക്കും അകത്തുനിന്ന് അഞ്ജലിയുടെ വീട്ടുകാർ വന്ന് പുറത്തു നിന്നവരെ അകത്തേക്ക് ക്ഷണിച്ചു. ശരത്ത് പുറത്ത് പന്തലിൽ കെട്ടിയ മണ്ഡപത്തിലിരുന്നു. അകത്തുനിന്ന് അഞ്ജനയെ അവളുടെ അമ്മയും അമ്മായിമാരും കൂട്ടി വന്ന് ശരത്തിൻ്റെ അരികിലിരുത്തി. ലച്ചു ലയയുടെ കൂടെ ഇരുന്ന് അഞ്ജനയെ നോക്കിയിരുന്നു. കരിനീല കളർ ലെഹങ്കയാണ് അഞ്ജനയുടെ വേഷം. ശരത്തും അഞ്ജനയും പരസ്പരം മോതിരം അണിയിച്ചു. രണ്ടുപേരും ചേർന്ന് നിന്ന് ക്യാമറാമാൻ പറഞ്ഞു. ശരത്ത് അഞ്ജനയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി. പറയുന്ന എല്ലാ പോസിലും നിന്ന് ഫോട്ടോസ് എടുത്തു. പിന്നീട് കുടുംബക്കാരുടെ ഊഴമായി ഫോട്ടോ എടുക്കാൻ